ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് കർണാടക മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ തെലങ്കാന മുഖ്യമന്ത്രി ഒരു പദപ്രയോഗമാണ്. നേമത്ത് രേവന്ത് റെഡ്ഡി കെ ശബരിനാഥന്റെ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു പദപ്രയോഗം, നീ പോ മോനെ വിജയ എന്നുള്ള ഒരു പദപ്രയോഗം കൊണ്ടുവന്നത്. അന്ന് അതിനോട് വലിയ രീതിയിൽ പ്രതികരിച്ചിരുന്നില്ല പിണറായി വിജയനും LDFും. പക്ഷേ അന്ന് വി ശിവൻകുട്ടി അടക്കം ആ രീതിയിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കണം, രേവന്ത് റെഡ്ഡി എന്തുകൊണ്ട് യലഹങ്കയെക്കുറിച്ച് പറയുന്നില്ല, ബുൾഡോസർ രാജിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് UPയിൽ പോയി ഇക്കാര്യങ്ങൾ പറയുമോ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ശിവൻകുട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടെങ്കിൽ വേറെ ആരും വലിയ രീതിയിൽ ആ വിഷയങ്ങൾ സംസാരിച്ച് കാണുന്നില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ് പ്രമോദ്? അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്, മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നയാൾ അങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചു തുടങ്ങുന്ന മുഖ്യമന്ത്രി ചെന്ന് അവസാനിപ്പിക്കുന്നത് ഡാഷ് മോനെ രേവന്തേ മറുപടി പിന്നെ പറയാമെന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ മര്യാദയുണ്ടല്ലോ, അത് വൺ വേ ട്രാഫിക് ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മര്യാദ വേണ്ടേ? സ്വാഭാവികമായിട്ടും അതൊരു ചോദ്യമാണ്. അദ്ദേഹം കൊണ്ടുവന്ന യുക്തി അനുസരിച്ച് അദ്ദേഹം തന്നെയാണ് ആ യുക്തി പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസാരിക്കുന്ന സമയത്ത് നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ച്. പക്ഷേ നമ്മളിത് ട്രിഗർ ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്നുള്ളതും കൂടി ആലോചിക്കണം. ഞാൻ അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു മറുപടി പറയണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച ഭാഷ അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ഭാഷയാണ്. അതിലേക്ക് വരാം. പക്ഷേ രേവന്ത് റെഡ്ഡി ചെയ്തതിൽ, രേവന്ത് റെഡ്ഡി ഇവിടുത്തെ ഇവരുടെ ഒരു താരപ്രചാരകനായിട്ട് വന്നതാണ്. സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി ഒരു യങ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ പ്രചാരണം UDFനെ സംബന്ധിച്ചിടത്തോളം ഗുണം ചെയ്യും. ഓൾറെഡി ഇപ്പോൾ ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനത്ത് നിന്നുള്ള മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഏത് നിലയിലാണ് പോയത് എന്നുള്ളത് നമ്മൾ കാണണം. അദ്ദേഹം കേരളത്തെ കണ്ടിരിക്കുന്നത്, കേരളത്തിൻ്റെ നമ്മൾ പറയില്ല, ഈ സോഷ്യൽ ഇൻഡൈസസ് എന്ന് നമ്മൾ പറയുന്ന ഒരുപാട് സൂചികകൾ നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ നേടിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു തരത്തിലും മാനിക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൽ അദ്ദേഹം കൊണ്ടുവന്ന ആംഗിള് അതത്ര ഫലിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ തെലങ്കാനയും കേരളവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയം. അദ്ദേഹം തെലങ്കാനയെക്കുറിച്ച് തെലങ്കാനയിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ കേരളം ഇപ്പോഴും വളരെ പിന്നാക്കം നിൽക്കുന്നൊരു രീതിയിലുള്ള സംസ്ഥാനമാണ് എന്ന രീതിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ആളുകൾ എങ്ങനെ എടുക്കുമെന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വന്ന് അവസാനമാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അതായത് പുതിയ തലമുറയിലെ നേതാക്കൾ വരും, ഈ പ്രായമായ താങ്കളെ പോലുള്ളവർ മാറിപ്പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് നീ പോമോനെ വിജയ എന്ന പ്രയോഗത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. പക്ഷേ ഇത് അവിടെ നിന്നിരുന്നെങ്കിൽ നമുക്കതിനെക്കുറിച്ച് മറ്റു രീതിയിൽ, അതായത് ആളുകളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് വിചാരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ലെറ്റർ പാഡിൽ അതായത് മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡിൽ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച ഇതേ വിഷയത്തിലുള്ള ഒരു കത്തിൽ അത് അവസാനിപ്പിക്കുന്നത് നീ പോമോനെ വിജയ എന്ന് പറഞ്ഞിട്ടാണ്. അതിലെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതൊരു ഒരു മോശം വാക്കായിട്ടോ എന്താ പറയുക, ഒരു ബഹുമാനമില്ലാത്തൊരു വാക്കായിട്ടോ കണ്ടുകൊണ്ടല്ല ഇത് എഴുതുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ തമാശ. കേരളത്തിലെ ഒരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞ പോലെയുള്ള ഒരു സംഗതി, എല്ലാ ആദരവോടുകൂടിയും ഞാൻ താങ്കളോട് പറയുകയാണ് നീ പോമോനെ വിജയ എന്നാണ്. ഈ ഒന്നാമതായിട്ട് നീ എന്ന പ്രയോഗം തന്നെ രണ്ട് മുഖ്യമന്ത്രിമാർക്കിടയിൽ ഒരിക്കലും ശരിയല്ല. അപ്പോൾ ആരാണ് ഇതിങ്ങനെ ഫീഡ് ചെയ്തത് അദ്ദേഹത്തിന്? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രയോഗമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങനെ പ്രയോഗിക്കാൻ ഒരിക്കലും പാടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു മെയിലിനകത്ത് അത് ഒരിക്കലും പാടില്ലായിരുന്നു. പക്ഷേ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ വിശദീകരണത്തിൽ അദ്ദേഹം കേരളത്തിലുണ്ടാക്കിയ നേട്ടങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്.
അത് പറയുന്നതോടൊപ്പം അതിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരാതെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഡാഷ് മോനെ രേവന്ത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മനഃപൂർവ്വം പറയുകയും ചെയ്തു, വളരെ ബോധപൂർവ്വം തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നടക്കുകയും വേണം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാന്യത ഞാൻ കളഞ്ഞു കുളിച്ചിട്ടില്ല, ഞാൻ സ്വന്തം പദവിയുടെ മാന്യത കളഞ്ഞു കുളിച്ചിട്ടില്ല എന്ന് വരുത്തുകയും വേണം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളവും തെലങ്കാനയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ പലതും നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന നിലയിലാണല്ലോ രേവന്തിൻ്റെ പല വിമർശനങ്ങളും വന്നത്. എന്നാലോ തെലങ്കാനയിൽ ഈ പെൻഷൻകാർക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന പോയിന്റ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. അതിലൊരു അല്പം വാസ്തവമുണ്ട്. അവിടെ പെൻഷനേഴ്സ് കോടതിയെ സമീപിക്കേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുഴുവൻ കിട്ടാൻ വേണ്ടി. കുറേ നാളായിട്ട് അവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 23 ഹൈക്കോടതി ഒരു ഉത്തരവ്, ഫെബ്രുവരി 9 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. ആ ഉത്തരവ് നടപ്പാക്കാത്തതിൻ്റെ പേരിൽ കോട്ടലക്ഷ്യത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് 644 പെൻഷൻകാർ കൊടുത്ത ഹർജിയിൽ മാർച്ച് 23 വിധി വന്നത്. ഉടൻ തന്നെ ഫെബ്രുവരി 9 അത് കൊടുത്തു തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളികൾ അദ്ദേഹം അവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ സാമൂഹ്യാവസ്ഥേനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പരാജയങ്ങളെക്കുറിച്ചോ അദ്ദേഹം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം അർഹിക്കുന്നതും കൂടിയാണ് എന്ന് ഞാൻ പറയും. പക്ഷെ അതേസമയം ഈ ലാംഗ്വേജിൽ മുഖ്യമന്ത്രി ഈ ഡാഷ് എന്ന് പ്രയോഗിച്ചത് കുറച്ച് കടന്ന കൈയാണ്. അത് എങ്ങനെയും വ്യാഖ്യാനിക്കപ്പെടാം. കാരണം ഒരു ഹൈഫൺ ആർക്കും എന്തും ഫിൽ ചെയ്യാവുന്ന ഒരു നിലയിലുള്ളതാണ്. അത് സാധാരണ നിലയിൽ എന്താ പറയുക, നമ്മുടെ ഒരു തരംതാണ സംഭാഷണങ്ങളിൽ മാത്രം പ്രയോഗിക്കുന്നതാണ്. PC ജോർജ് ആണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാര്യത്തിൽ അത് സമ്മതിക്കാൻ കഴിയും. പിണറായി വിജയൻ്റെ ശരീരഭാഷ, ഭാഷ, പദപ്രയോഗങ്ങൾ എപ്പോഴും ചർച്ചയാകുന്നതാണ്. പല രീതിയിലും വിമർശിക്കപ്പെടുന്നതുമാണ്. ഇന്ന് പറഞ്ഞ കാര്യം, അത് രേവന്ത് റെഡ്ഡി പറഞ്ഞ കാര്യമായാലും പിണറായി വിജയൻ പറഞ്ഞ കാര്യമായാലും സോഷ്യൽ മീഡിയ കണ്ടന്റാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറക്കുന്ന റിയലാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ കണ്ടന്റിന് വേണ്ടി മാസ് കാണിച്ചതാണ് രണ്ടുപേരും, രേവന്ത് റെഡ്ഡി ആയാലും പിണറായി വിജയൻ ആയാലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തെറ്റാണ്, രണ്ടുപേര് കാണിച്ചതും തെറ്റ് തന്നെയാണ്. അല്ല, അതിലെ ഇപ്പം രേവന്ത് റെഡ്ഡി മോനെ വിജയ എന്ന് പറയുന്നത് പുള്ളിക്ക് അങ്ങനെ പറയാനുള്ള വൊക്കാബുലറി ഉണ്ടാവില്ലല്ലോ, ഈ ഭാഷ അറിയില്ലല്ലോ. രേവന്ത് റെഡ്ഡി കൊണ്ട് ആരോ ഒരാൾ പറയിപ്പിച്ചായിരിക്കുമല്ലോ. ഇവിടെയുള്ള ഇതൊരു കോൺഗ്രസ് ക്യാമ്പയിനർ അല്ലെങ്കിൽ ക്യാമ്പയിൻ മാനേജർ പറയിപ്പിച്ചായിരിക്കുമല്ലോ. അവിടെയാണ് ഇത് പിഴക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ആ ക്യാമ്പയിൻ മാനേജർ രേവന്ത് റെഡ്ഡിയെ കൊണ്ട് അത് പറയിപ്പിച്ചു എന്നുള്ളിടത്താണ് ഇതിലൊന്നാം പിഴവ് കിടക്കുന്നത്. രേവന്ത് റെഡ്ഡി വെറും ഒരു പ്രഭാഷകനല്ല, പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കാവുന്ന ഒരു പ്രഭാഷകൻ. പാർട്ടി നേതാവ് മാത്രമല്ല, കോൺഗ്രസ് നേതാവ് മാത്രമല്ല, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആരെക്കുറിച്ചാണ് ഈ വാക്ക് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അതേ പദവിയിലിരിക്കുന്ന, അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ പദവിയിലിരുന്നിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ രാഷ്ട്രീയ പരിചയമുള്ള, അനുഭവ പരിചയമുള്ള, പ്രായമുള്ള ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഈ ഒരു പ്രയോഗം നടത്തുക എന്നുള്ളത് അസംബന്ധമാണ്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. രേവന്ത് റെഡ്ഡി വന്നു പറഞ്ഞു പോയി. കോൺഗ്രസ് ലീഡർഷിപ്പ് അത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അവരത് ചെയ്തില്ല. ഞാൻ മുമ്പ് അവിടെ പറഞ്ഞ കാര്യമുണ്ട്, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതകളൊന്നും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്നത്, ഇലക്ഷൻ ഡിബേറ്റ് നടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. മറ്റ് പല സംസ്ഥാനങ്ങളും നടക്കുന്നത് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്ര ഫാർ അഹെഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പുറത്തു നിന്ന് ഒരാൾ വന്നിട്ട് മോശം ഭാഷ ഉപയോഗിച്ച് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കെതിരെ പദപ്രയോഗം നടത്തുക എന്നുള്ളതാണ് ഇതിലെ പിഴവ്, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ അബദ്ധം, ഒന്നാമത്തെ അബദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഈ പറഞ്ഞ ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ വികസന സൂചികകളെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, അതും എഗൻ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്യുന്ന ആർക്കും മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു ഡാറ്റയുടെ ആവശ്യമില്ല. സാമൂഹ്യ വികസന സൂചികയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 1900 കേരളം ഉണ്ടായ അന്നു മുതൽ മാറി മാറി വന്നിട്ടുള്ള എല്ലാ സർക്കാരുകൾക്കും ഇവിടെയുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക്, സാമുദായിക പ്രസ്ഥാനങ്ങൾക്ക്, മതസംഘടനകൾക്ക് എല്ലാവർക്കും പങ്കുണ്ട് ഇന്നത്തെ ഈ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ. അപ്പോൾ നമ്മൾ മുമ്പിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. നമ്മൾ പിറകിലാണെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ഒരു കളക്റ്റീവ് കോൺഷ്യസിനെയാണ് ബാധിക്കുന്നത്. മലയാളിയാണത് അപമാനിക്കുന്നതായിട്ട് കാണുക. ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉദാഹരണം, മുമ്പൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് നരേന്ദ്രമോദി വന്നിട്ട് ഇവിടെ പ്രസംഗിച്ച ഓർമ്മയുണ്ടോ? സോമാലിയിലെ കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടമാണ് ഇവിടുത്തെ കുട്ടികളുടെ കാര്യമെന്ന് പ്രസംഗിച്ചിട്ട് അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഓർക്കണം. BJPക്കാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അതുണ്ടായത്. അപ്പം ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥികൾ അവരെന്ത് പ്രസംഗിക്കണം, എന്താണ് അവരുടെ കണ്ടൻറ് എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെയുള്ള ക്യാമ്പയിൻ മാനേജർമാർ അവർക്ക് ട്യൂട്ടോറിയൽ കൊടുത്തിട്ടില്ലെങ്കിൽ
ഗുരുതരമായ അബദ്ധങ്ങൾ, പാളിച്ചകൾ സംഭവിക്കും. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രേവന്ത് റെഡ്ഡിയുടെ പരാമർശം. അപ്പോൾ അതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ, എഗൈൻ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരം ഒരു വാക്ക് പ്രയോഗിക്കുന്നത് ശരിയല്ല. പക്ഷേ മുഖ്യമന്ത്രി പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പിണറായി വിജയൻ്റെ ശൈലി നമുക്കറിയാലോ, എന്താണ്, അടിക്കുത്തരം മുറിപ്പത്തലാണ്. അത് കൊടുക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹം അത് കൊടുത്തു. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അതിനോട് വേറൊരു ഭാഷയിൽ അതിനേക്കാൾ മാരകമായ പ്രയോഗമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് അല്പം കൂടെ കുലീനമായ ഭാഷയിൽ അതിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഏതായാലും കേരളത്തിലേക്ക് പുറത്തു നിന്ന് ഒരാൾ വന്നാൽ കേരളത്തിൽ വന്ന് എന്തും പറയാമെന്നുള്ളത് കേരളം നൽകുന്ന ഒരു സഹിഷ്ണുതയാണ് എന്ന വലിയ രീതിയിലുള്ള ന്യായീകരണങ്ങളും നരേറ്റീവുകളും ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതല്ല, അതിനപ്പുറത്തേക്ക് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതാരായാലും എന്നുള്ളത് തന്നെയാണ്.